ഡെസ്റ്റിനേഷനിലേക്ക് ഞങ്ങൾ യാത്ര തുടങ്ങി. യാത്രയാവുകയാണ്. Yes. Excited, Tommy? Yeah, really excited. Ala? Super. Okay. പക്ഷെ പോകുന്ന വഴിക്ക് ഇനി എവിടെയെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് നോക്കണം. അയ്യോ, സീറ്റ് ബെൽറ്റ് ഇട്ടില്ല. അങ്ങനെ ബൈ ബൈ സറാൻഡേ. ബീച്ചിലേക്ക് വന്നില്ല, പിള്ളേരുടെ ആഗ്രഹങ്ങൾ തുടങ്ങി കുളിക്കേണ്ട. സോ നമുക്ക് നേരെ ബീച്ചിലേക്ക് പോവാം. നമ്മുടെ 2 വണ്ടികൾ. നമ്മുടെ ഈ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ എനിക്ക് തോന്നുന്നു സമ്മറിലേക്ക് വേണ്ടി എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ബീച്ചിലേക്ക് പോയി നോക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെ? സ്റ്റേ അടിപൊളിയല്ലായിരുന്നോ? അവിടെ ഒരു ലൊക്കേഷൻ ഉണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി. ഓഹ്, എന്തൊരു ഭംഗിയാണ് ബീച്ച് കാണാൻ. ഈ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ പണിഞ്ഞ് വരുമ്പോഴത്തേക്കിനും ഇവിടുത്തെ ഭംഗി വേറെ ലെവലായിരിക്കും. അവിടെയൊക്കെ നമുക്കിരുന്ന് കഴിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ എല്ലാം പോലാണ് ഉണ്ടാക്കുന്നത്. ബീച്ചുകൾ ഞാൻ എൻ്റെ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ബീച്ചുകളിൽ ആക്ച്വലി നമ്മുടെ ആൻഡമാൻ ഐലൻഡ്സ് ഇല്ലായിരുന്നു, അവിടാണ്. അതുപോലെ തന്നെ ഉണ്ട് ഇവിടുത്തെ. കാരണം ഇവിടെയും ഈ വെള്ളത്തിൻ്റെ ആ ഒരു കളറ് എന്ന് വെച്ചാൽ പ്രോപ്പർ ബ്ലൂ, അധികം തിരയൊന്നും ഇല്ലാതെ നമുക്ക് കടൽ ശരിക്കും നല്ലോണം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ ബീച്ചസും കാര്യങ്ങളും എല്ലാം. ഹൈലി ഡേഞ്ചറസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പ്രോപ്പർ മാർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മുടെ, അതായത് എവിടം വരെ നമുക്ക് പോകാൻ പറ്റും. അല്ല, രണ്ടാമത്തെ കാര്യം ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇവിടെ ഇൻ്റർഫിയറൻസസും കാര്യങ്ങളൊന്നും അധികമില്ല. അതായത് ഭയങ്കര കാമാണ് ആ ഒരു പ്ലേസും കാര്യങ്ങളും, അല്ലാതെ ഓവർ ക്രൗഡഡോ അങ്ങനത്തെ ഒന്നുമല്ല. സോ അതൊക്കെയാണ്. നമുക്കിപ്പം നേരെ ആ ഒരു ലൊക്കേഷൻ ഉണ്ടല്ലോ, അതിലേക്ക് പോയി ഓക്കെ. സോ നമ്മുടെ ഇവിടുത്തെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഇപ്പം നമുക്ക് അധികം എൻജോയ് ചെയ്യാൻ പറ്റില്ല, കാരണം വി ആർ ഓൺ ദ മൂവ് ടുവേർഡ്സ് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. നമ്മൾ അൽബേനിയയിലെ ഒരു കുലുക്കിക്കാരനെ കണ്ടിരിക്കുകയാണ്. എന്താ നമ്മൾ ചേട്ടാ 2 കുലുക്കീസ്. സ്റ്റോക്കൊക്കെ തീർന്നല്ലോ. അങ്ങനെ മണിക്കൂറുകളോടുള്ള യാത്രയ്ക്ക് ശേഷം നമ്മളിപ്പം വ്ലോറയിലേക്ക് എത്തിയെന്നാണ് തോന്നുന്നത്. നല്ല പോപ്പുലേറ്റഡ് സ്ഥലം, നല്ലോണം നമ്മൾ അവിടെയൊക്കെ കണ്ടതുപോലെ അല്ല, ഇത് എൻറ്റയർലി വേറൊരു ഡിഫറെൻറ്റ് സ്ഥലം പോലെ ഉണ്ട്. സോ അങ്ങനെ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാർ അവിടെ നിന്ന് ഇപ്പം അങ്ങോട്ട് പോയത്. നമ്മുടെ ഈ സറാണ്ടിൽ നിന്ന് ഞങ്ങൾ ആക്ച്വലി വരുന്ന വഴിക്ക് ഒത്തിരി സ്ഥലങ്ങൾ ഞങ്ങൾ കണ്ടു. ഏറ്റവും ബെസ്റ്റ് ഫോട്ടോസ് എടുക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ ഇത്രയും നല്ല നല്ല സ്ഥലങ്ങൾ അവിടെ വഴിയിലുണ്ടായിരുന്നു. ഞങ്ങളതൊക്കെ കണ്ടു. സോ ഇങ്ങനത്തെ ഒരു വഴി കൂടെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് ഫോട്ടോ എടുക്കാൻ. സോ
സോ അതുകൊണ്ട് മുന്നിൽ കാണുന്നതാണ്. ഫൈനലി വ്ലോറെ ഞങ്ങൾ ഇങ്ങനെ കാറിലൂടെ അതിനകത്ത് ഭംഗികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നമ്മുടെ എനിക്ക് തോന്നുന്നു ടിറാന കുറച്ചുകൂടെ കൺസൈസ്ഡ് പാക്ഡ് ആണെന്ന് പോലെ നമുക്ക് തോന്നും. ഇത് അങ്ങ് ഭയങ്കര എക്സ്റ്റെൻസീവായിട്ടും കിടക്കുക അങ്ങനെ. സോ അതിൻ്റെ ഒരു ഭംഗി സ്ഥലത്തിനുണ്ട്. നമ്മളതൊക്കെ നോക്കുകയായിരുന്നു ഇങ്ങനെ. നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ യു ക്യാൻ സീ എ മാർക്കറ്റ് ഓവർ ദെയർ. കുറച്ച് പോലെ ഇത് പിന്നെ ഇല്ലാത്ത സ്ഥലങ്ങളില്ലല്ലോ. ക്ലോക്ക് ടവർ. സോ ഹലോ എവരിവൺ, ലൈക്ക് നമ്മളിപ്പോൾ വ്ലോറ എത്തി. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം വന്നപ്പോഴത്തേക്കിന് കുറച്ച് ലേറ്റ് ആയിപ്പോയി. കാരണം നമ്മൾ വന്ന സമയത്ത് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തപ്പോഴത്തേക്കിന് കുറച്ച് ലേറ്റ് ആയിപ്പോയി. സോ നമ്മൾ വിചാരിച്ചു കുറച്ചധികം ലേറ്റ് ആയിപ്പോയി. അങ്ങനെ നമ്മൾ ഇവിടെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് സ്റ്റേ അടിക്കാൻ വേണ്ടി. സോ നമ്മുടെ താമസിക്കുന്ന ഹോട്ടൽ വില്ല ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞൊരു ഇതാണ്. ഞാൻ ചെറിയൊരു റൂം ടൂറും കാര്യങ്ങളൊക്കെ തരാം. സോ ഇതാണ് അതിൻ്റെ എൻട്രി. നമ്മൾ ഇവിടെയാണ് അതിൻ്റെ എൻട്രി വരുന്നത് ഏകദേശം. പിന്നെ ഇവിടുന്ന് നമ്മൾ വന്നു. റൂം 2 അതിനുശേഷം ഇപ്പം നമുക്ക് ബീച്ചുണ്ട് കുറച്ച് ദൂരം. അപ്പം നമുക്ക് ബീച്ചിൻ്റെ കാര്യങ്ങളൊക്കെ നാളെ വരാം. ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. ഇത്ര നേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നതിന് വെരി മച്ച് താങ്ക് യു. സീ യു ടുമോറോ. ബൈ.